നമസ്കാരം രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ക്രിസ്മസ് ഒക്കെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ ക്രിസ്മസ് ടൈമിൽ, അതായത് ഈ ഡിസംബർ മന്തിലാണ് നമ്മൾ എന്താ പറയുക വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ട്രൈ ചെയ്യുക. അപ്പോൾ ക്രിസ്മസിന് വേണ്ടി ഒരുക്കാൻ വേണ്ടിയിട്ട് എവിടെ നിന്നൊക്കെ നമുക്ക് പുതിയ പുതിയ റെസിപ്പീസ് കിട്ടും, എങ്ങനെയൊക്കെ പുതിയ പുതിയ വിഭവങ്ങൾ ഉണ്ടാക്കാം, അതുപോലെ കേക്കുകൾ, പലതരത്തിലുള്ള കേക്കുകൾ, പിന്നെ ക്രിസ്മസിലാണെങ്കിൽ നമ്മൾ വൈൻ എങ്ങനെ ഉണ്ടാക്കാം, ഇതൊക്കെ നമ്മൾ നോക്കി കണ്ടുപിടിക്കുന്ന ഒരു മന്താണ് ശരിക്കും പറഞ്ഞാൽ ഈ ഡിസംബർ എന്ന് പറയുന്നത്. അപ്പം ഞാനിപ്പോൾ ഇന്ന് ഒരു വൈൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ട് റെസിപ്പി ഇടാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വൈൻ്റെ ഇതൊക്കെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചെറിയ പഴം വെച്ചിട്ടുള്ളൊരു വൈനാണ്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഒരു വ്യത്യസ്തമായ ടേസ്റ്റുള്ള അങ്ങനെയുള്ളൊരു വൈനാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏത് വൈനായാലും, ഇപ്പം ബനാന വെച്ചിട്ടുള്ളതല്ല, ഏത് വൈനാണെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. പക്ഷെ അത് ഉണ്ടാക്കുന്ന ആ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളും അതിൻ്റെ ആ ഒരു നീറ്റ്നെസ്സിൽ ചെയ്യുന്നതിലൊക്കെയാണ് ഈ വൈൻ ഉണ്ടാക്കുന്നതിലുള്ള കാര്യം എന്ന് പറയുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ എത്ര കാലം നമ്മളത് വെക്കുന്നു അത്രയും ടേസ്റ്റ് കൂടും, വീര്യം കൂടും. ഇതൊക്കെയാണ് വൈൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും ഈ വൈന് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടുവരാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ രുചികരം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കാണും. അപ്പോൾ അതൊന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഇതുപോലെ ഇനി റെസിപ്പീസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പഴം വൈൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കി വരാം. അപ്പോൾ ഈ പഴത്തിൻ്റെ വൈൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചെറിയ പഴമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം പാളയംകോടൻ പഴമാണ് ഏറ്റവും നല്ലത്. അപ്പോൾ 1 കിലോ പഴം എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞു വെച്ചതാണ്. 1 കിലോ പഴത്തിന് അതേ അളവിൽ, അതായത് 1 കിലോ പഞ്ചസാരയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഈസ്റ്റ് ആണ്. ഇതിപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ഈസ്റ്റ് ഒരു 4 ടീസ്പൂൺ വാം വാട്ടറിൽ ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഒരു 3 ഗ്രാമ്പൂ, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ ജാതിപത്രിയുടെ ചെറിയൊരു ഇതള് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗോതമ്പ് വേണം. ഞാനിവിടെ ഒരു പിടിയാണ് എടുത്തത്, ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ വരുന്നുണ്ട്. പിന്നെ വറ്റൽ മുളക് ഒരു 3 എണ്ണം. പിന്നെ ഇത് തിളപ്പിച്ചാറ്റിയ വെള്ളമാണ്, അത് ഏകദേശം ഒരു 2 ലിറ്റർ വേണം. നമ്മൾ വൈന് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഭരണിയാണ് എടുത്തിരിക്കുന്നത്. ഭരണിയാണ് എപ്പോഴും നല്ലത്. അപ്പം കുറച്ചൊരു വാവട്ടമുള്ള ഒരു ഭരണിയാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് ഇതിലാണ്. അപ്പം അല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഗ്ലാസിൻ്റെ ജാറുകൾ ഉണ്ടാവുമല്ലോ, വലിയ ഗ്ലാസ് ജാറുകൾ ബോട്ടിൽ, അതിലൊക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കാം. കളറ് ഉള്ള ഗ്ലാസ് ആണെങ്കിലാണ് കൂടുതൽ നല്ലത്. അപ്പം ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതാണെങ്കിൽ നമ്മളത് വെളിച്ചൊന്നും കടക്കാത്ത സ്ഥലങ്ങളിലാണ് സാധാരണ സൂക്ഷിച്ചു വെക്കുക. അപ്പോൾ എപ്പോഴും എനിക്ക് തോന്നുന്നു ഭരണിയാണ് കൂടുതൽ നല്ലതെന്ന്. ഞാൻ എന്തായാലും ഇവിടെ ഭരണിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ഉണ്ടല്ലോ, അത് ഈ ഒരു ഭരണിയിലോട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വേറെ ഒരു വലിയ ബൗൾ എടുത്ത് അതിൽ മിക്സ് ചെയ്യാം. അപ്പം നമ്മൾ എന്തായാലും ഭരണിയിൽ തന്നെയാണല്ലോ സൂക്ഷിക്കുന്നത്, അതുകൊണ്ടാണ് ഇതിൽ തന്നെ ഇടുന്നത്. പിന്നെ എപ്പോഴും നമ്മൾ വൈൻ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഉപയോഗിക്കുന്ന ഭരണി ആയാലും നമ്മൾ അതുപോലെ ഓരോ ഇൻഗ്രീഡിയൻസ് എടുത്തു വെക്കുന്ന പാത്രങ്ങളായാലും നന്നായി കഴുകി വെള്ളം ഫുൾ വറ്റിയിരിക്കണം. അതായത് തീരെ വെള്ളമില്ലാതെ ഡ്രൈ ആയിരിക്കണം. നമ്മൾ വൈൻ ഉണ്ടാക്കുന്നതിൽ അങ്ങനെ പ്രത്യേകിച്ച് എന്താ പറയുക ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് നന്നായി ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇളക്കാനുള്ള സ്പൂണാണെങ്കിൽ അതും ഒക്കെ ആണെങ്കിലും തീരെ വെള്ളം ഉണ്ടാകാൻ പാടില്ല. നമ്മളിപ്പോൾ പഴം മൊത്തമായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ഉടച്ചു കൊടുക്കാൻ വേണ്ടി മരത്തിൻ്റെ തവിയാണ് എപ്പോഴും നല്ലത്. അപ്പം ഇത് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുകയാണ്. നമുക്ക് വേറെ സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിൽ ചെയ്യാം, പക്ഷെ അതാക്കി കഴിഞ്ഞിട്ട് എന്തായാലും ഭരണിയിലോട്ട് ആക്കണം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഡയറക്റ്റ് ആയിട്ട് ഭരണിയിലോട്ട് ചേർത്തിട്ട് പഞ്ചസാര അതുപോലെ തന്നെ പഴവും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് പഴം ഒന്ന് ഉടയുന്ന പോലെ തന്നെ ഒരു തടിത്തവി വെച്ചിട്ട് ഇളക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ പഴം ഏതാണ്ട് ഒന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈസ്റ്റാണ്. ഈസ്റ്റ് വാം വാട്ടറിൽ ഇട്ട് വെച്ചതായിരുന്നു, ഇതുകൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ വേണ്ടത്
ഗ്രാമ്പു, പട്ട, അതുപോലെ ജാതിപത്രി ഇത് ചേർക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പ്, അതുപോലെ തന്നെ വറ്റൽമുളക് ഇത്രയും ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാണ്. ഇത്രയും ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം തണുപ്പിച്ച് വെച്ച വെള്ളമാണ്. 2 ലിറ്റർ വെള്ളം ചേർക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പം കൃത്യം ഒരു 2 ലിറ്റർ കൊണ്ടിട്ടുണ്ട്. അപ്പം ഇതിന് മുകളിലോട്ട് ഇനിയും സ്ഥലമുണ്ട്. അപ്പോൾ അത്രേ പാടുള്ളൂ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അടച്ചു വെച്ചിട്ട് അത് പുറത്തോട്ട് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പം വെള്ളം കൂടി ചേർത്തു. ഇനി ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തൊക്കെ എടുത്തു. എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് നന്നായിട്ടൊന്ന് അടച്ചു വെക്കണം. അപ്പോൾ ഇതിനായിട്ട് അടപ്പുണ്ട്. അപ്പോൾ അടപ്പ് വെച്ചിട്ട് നമുക്ക് ആദ്യം ഒന്ന് അടച്ചു കൊടുക്കാം. പക്ഷേ ഇത് എന്താ പറയുക, ശരിക്കും നല്ല ടൈറ്റ് അല്ല, കുറച്ചൊരു ലൂസായിട്ടുള്ളതായിരിക്കും. പിന്നെ പോരാത്തതെന്ന് വെച്ചാൽ ഇപ്പം പഴത്തിൻ്റെ ആ ഒരു സ്മെല്ലിൽ തന്നെ കുറേ പ്രാണികളൊക്കെ ഉണ്ട്. അപ്പം അത് ഉള്ളിലൊക്കെ കടക്കാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഒരു ക്ലോത്ത് വെച്ച് ഇത് നന്നായിട്ട് ടൈറ്റായിട്ടൊന്ന് കെട്ടുകയും കൂടി വേണം. ഒരു ക്ലോത്ത് വെച്ച് എന്തെങ്കിലും ഒരു കയറോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ഒന്ന് ടൈറ്റായിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കണം. ഇപ്പം നന്നായിട്ടിത് കെട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ശരിക്കും ഇത് 21 ദിവസം നമ്മൾ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കൃത്യസമയത്ത്, ഇപ്പോൾ രാവിലെ ആണെങ്കിൽ രാവിലെ, അല്ലെങ്കിൽ രാത്രി ആണെങ്കിൽ രാത്രി, അല്ലെങ്കിൽ ഈവനിങ് ആണെങ്കിൽ ഒരേ സമയത്താണ് നമ്മൾ ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ രാവിലെയാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ അപ്പോൾ നാളെ മുതൽ രാവിലെ ഒരേ സമയത്ത്, ഏകദേശം ഒരേ സമയത്ത് തന്നെ കുറച്ച് സമയം ഒന്ന് ഈ ഒരു ക്ലോത്തൊക്കെ ഊരിക്കഴിഞ്ഞ് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അത് ഒരു 21 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ തന്നെ ചെയ്തു കൊടുക്കണം. അപ്പോൾ 21 ദിവസം ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 22ാമത്തെ ദിവസം നമുക്ക് ഇതൊക്കെ ഊരി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേറൊരു ബോട്ടിലോട്ട് അരിച്ചു മാറ്റാം. എന്നിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി വരുന്ന 21 ദിവസം ഒരേ സമയം, അതായത് രാവിലെ ആണെങ്കിൽ രാവിലെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പം ഞാനിത് ഭദ്രമായിട്ട് അധികം വെളിച്ചമൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ വൈന് ഭരണിയിലാക്കി കെട്ടി വെച്ചിട്ട് 7 ദിവസമായി. ഇതിനിടയിൽ ഓരോ ദിവസവും ഞാൻ രാവിലെയാണ് ഇളക്കി കൊടുക്കാറുള്ളത്. ഇത് കെട്ടെല്ലാം മാറ്റിയതിന് ശേഷം തുറന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കും. അപ്പോൾ ആദ്യത്തെ ദിവസം എന്ന് പറയുമ്പോൾ ശരിക്കും നന്നായിട്ട് ഇതങ്ങ് പൊന്തി വരും. കാരണം ഈസ്റ്റ് ഒക്കെ ശരിക്കും ഫസ്റ്റ് ഡേ തന്നെ പ്രവർത്തിച്ച് അത് നന്നായിട്ട് പൊന്തി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുണ്ടാക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഭരണി ഫുള്ളായിട്ട് ഫില്ല് ചെയ്യാൻ പാടില്ല. ഒരു കുറച്ച് പോർഷൻ അവിടെ വിട്ട് കളയണം. കാരണം അത് അത്രയും പൊങ്ങി വരുന്നതുകൊണ്ട്. അപ്പോൾ ഈ ഒരു കഴിഞ്ഞ 7 ദിവസമായിട്ട്, ഇത് 7ാമത്തെ ദിവസമാണ്, കഴിഞ്ഞ 6 ദിവസമായിട്ട് ഞാൻ രാവിലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഇളക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് ഭരണിയിലാണ് ആക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കുപ്പി ഉണ്ടല്ലോ, ആ കുപ്പിയുടെ ഒരു ബോട്ടിൽ എടുത്തിട്ട് അതിലാക്കി വെച്ചാലും മതി. എന്തായാലും പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാക്കാൻ പാടില്ല. അപ്പോൾ ഇതിപ്പം ഞാൻ ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മൾ അതിലിട്ടുണ്ടായിരുന്ന പഴവും എല്ലാം ഇങ്ങനെ മുകളിലോട്ട് പൊന്തി കിടക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇളക്കി കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പം ഫുൾ അങ്ങ് എന്താ പറയുക ഇളകി വരുമല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പം തന്നെ നല്ല അതിൻ്റെ ആ മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്തതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ല, ശരിക്കും പറഞ്ഞാൽ നല്ല നീറ്റായിട്ടാണ് വൈൻ ഉണ്ടാക്കുമ്പോൾ ചെയ്യേണ്ടത്. ഇപ്പോൾ വൈൻ ഉണ്ടാക്കുന്ന തവിയാണെങ്കിൽ മാക്സിമം വേറെ ഒന്നിനും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ ഇതിപ്പോൾ വൈൻ ഉണ്ടാക്കാനാണെങ്കിൽ അതിന് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുക്കാൻ പോവാണ്. നന്നായിട്ട് അടിയിലോട്ടൊക്കെ പോകണം. ഈ ഒരു പഴമൊക്കെ നന്നായിട്ട് ഇളകി വരണം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഒക്കെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇത് അടച്ചു വെച്ച് കെട്ടിവെക്കാൻ പോവാണ്. ഞാനിത് കെട്ടിവെക്കുവാണ്. കെട്ടിവെച്ചതിന് ശേഷം ഇനിയിപ്പം നമുക്ക് ഇനി ഒരു 14 ദിവസം കൂടി കഴിഞ്ഞാലാണ് നമുക്ക് വൈന് ഉപയോഗിക്കാൻ പറ്റുക. അപ്പോൾ അതുവരെ ഡെയിലി ഞാൻ ഇതേ ഒരു സമയത്ത്, ഇപ്പോൾ രാവിലെയാണ് ഇളക്കി കൊടുക്കുന്നത്, ഈ രാവിലെ ഇതേ സമയത്ത് തന്നെ ഇളക്കി കൊടുക്കും. അപ്പോൾ നമുക്ക് 14 ദിവസം കൂടി കഴിഞ്ഞതിന് ശേഷം വീണ്ടും കാണാം.
അങ്ങനെ നമ്മൾ വൈൻ ഇവിടെ കെട്ടി വെച്ചിട്ട് 21 ദിവസം, ഇന്നലെ 21 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ ഇത് അരിച്ചെടുത്ത് കുപ്പിയിലോട്ട് മാറ്റാൻ പോവാണ്. അപ്പോൾ ഈ 21 ദിവസവും ഞാൻ രാവിലെ ഒരേ സമയത്ത് ഇത് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്യാൻ പോവാണ്. അപ്പം ഞാനിതൊന്ന് നമ്മൾ സാധാരണ ഇളക്കാൻ ഉപയോഗിക്കുന്ന അതേ തവി വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനി അരിച്ചെടുക്കുക വേണ്ടത്. അപ്പോൾ അരിച്ചെടുക്കുന്ന സമയത്ത് മാക്സിമം നല്ല ഫൈനായിട്ടുള്ള, അതായത് അടുത്തടുത്ത് കണ്ണികളുള്ള അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുക്കുന്നതാണ് നല്ലത്. കാരണം ചെറിയതായിട്ടുള്ള ഇതിൻ്റെ അരിച്ചെടുത്ത് കഴിഞ്ഞാലും ചെറിയ ചെറിയ പാർട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെയും അരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അടുത്തടുത്ത് കണ്ണികളതാവുമ്പോൾ എല്ലാം അങ്ങ് നല്ല ക്ലീനായിട്ട് നമുക്ക് ബോട്ടിലോട്ട് മാറ്റാം. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് തുണി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാൻ പറ്റും. തുണി ഉപയോഗിച്ചിട്ട് അതിലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പുഴിഞ്ഞെടുക്കാൻ പറ്റും. ഞാനിതെന്തായാലും ഒന്ന് അരിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ചു, അരിപ്പ വെച്ചു. ഇനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പം ഇപ്പം നന്നായിട്ട് അത് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇത് നമുക്ക് മാറ്റിയിട്ട് പിന്നെയും ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ വൈന് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊരു ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം ഇന്ന് തന്നെ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം. അപ്പോൾ ബോട്ടിലോട്ട് ഞാൻ മാറ്റാൻ പോവാണ്. അങ്ങനെ പഴം വെച്ചുള്ള ഒരു അടിപൊളി വൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു 21 ദിവസത്തെ ഒരു ടൈമിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അതൊന്ന് പ്രിപ്പയർ ചെയ്ത് 21 ദിവസത്തിനുള്ളിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വൈൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. നിങ്ങൾക്ക് അപ്പം തന്നെ ഉപയോഗിക്കാനും പറ്റുന്നതാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് നിങ്ങൾ വൈൻ ഉണ്ടാക്കുമ്പോൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് തന്നെ അറിയിക്കണം. അടുത്ത റെസിപ്പിയുമായി കാണുന്നതുവരെ ബൈ.